ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5-ൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് 3-4 മടങ്ങ് വർദ്ധിപ്പിച്ചു. മംഗലാപുരം കാസർഗോഡ് ഷൊർണൂർ റെയിൽപാത 4 വരിയാക്കുന്നത് ആലോചനയിൽ. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് മുൻഗണന നൽകുമെന്നും ഡൽഹിയിൽ നടന്ന ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5 അവാർഡ് വിതരണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. Our Prime Minister, first thing he did was to increase the allocation for railways in Kerala. Just imagine 10 years ago, for a state like Kerala, the railway budget used to be only about 370 crore rupees. Only. When Modi ji became the Prime Minister, he took the responsibility of the country. One of the first things he did was to increase the budget of railways in Kerala. He doubled it, he tripled it, he made it 4 times, and this year the budget for railway development in Kerala is 3,000 crore, which is 8 times the budget which used to be 10-11 years ago. That is the level of commitment, and that commitment is visible in the way the railway map will be fully transformed in Kerala. This is our Kerala state. So from Kasargod, from Mangaluru to Shornur, we want to make it 4 lines of railway, tripling the capacity. And we would like these lines to be extreme, very modern, automatic signaling, Kavach equipped, properly designed for as maximum speed that we can achieve, because Kerala has lots of curves. That's why there will be restrictions. However, whatever best possible we can do, we would like to do in this part. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5-ൽ മുഖ്യ അതിഥിയായിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അതിൽ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായല്ലോ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ. അങ്ങനെ ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് 5ാം സീസൺ ഗംഭീരമായി പര്യവസാനിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നമ്മുടെ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ജനം TV-യുടെ പാട്രൺ കൂടിയായ എ ജയകുമാർ നമ്മോടൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു. ജനം TV-യുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സുരേഷ് കുമാർ നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കാളിയായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിലെ ജനങ്ങളുടെ സ്നേഹമാണ് രോഹിണി. കാരണം കഴിഞ്ഞ 4 ജനം TV-യുടെ ഗ്ലോബൽ എക്സലൻസ് അവാർഡുകൾ നമ്മൾ കണ്ടതാണ്. ആ കാലത്തൊക്കെ തന്നിരുന്ന സ്നേഹം, പിന്തുണ ഇപ്പോഴും നിലവിൽ ഇതാ ജനം TV-യിൽ നിന്നും ജനം TV-ക്ക് ഡൽഹിയിലെ ജനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ പാട്രൺ കൂടിയായ എ ജയകുമാർ ചേരുന്നു. സുരേഷ്, അപ്പോൾ നമ്മുടെ പരിപാടി പര്യവസാനമായിരിക്കുന്നു. ഏറ്റവും ഭംഗിയായി തന്നെ സീസൺ 5 നമുക്ക് ചെയ്യാനും സാധിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അല്ല, വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അശ്വിനി വൈഷ്ണവിനാണ്. അദ്ദേഹത്തിന് ഇന്ന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയമായിക്കൊണ്ടിട്ടും നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അദ്ദേഹം ജോധ്പൂരിൽ നിന്ന് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 3 മണിക്കുള്ള ഫ്ലൈറ്റ് പിടിച്ചാണ് വന്നത്. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രത്തോളം പ്രയാസപ്പെട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് കൂടി അദ്ദേഹം ഇവിടെ എത്തിയ ജനം TV-യുടെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. പോരാത്തിന് അദ്ദേഹം നമ്മുടെ കൂടെ വരികയും കുറേ നേരം സ്പെൻഡ് ചെയ്യും. കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അതൊരു വലിയ കാര്യമാണ്. ഇപ്പം പോരാത്തതിന് നമുക്ക് എല്ലാ അവാർഡീസും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതൊരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു അവാർഡ് ദാന ചടങ്ങായിരുന്നു. അപ്പോൾ ഇതിന് നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയും.
തീർച്ചയായും രോഹിണി, ഇന്ന് കേന്ദ്രമന്ത്രി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ച ചില പദ്ധതികളുണ്ട്. അത് നമുക്കൊന്ന് കൃത്യമായി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. കാരണം വമ്പൻ പ്രഖ്യാപനങ്ങൾ റെയിൽവേ രംഗത്ത് വമ്പൻ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതും ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡിലാണ് അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയുണ്ടായത്. അത് ഇപ്രകാരം പോകുന്നു: കേരളത്തിലെ റെയിൽവേ അലോക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡിൽ വ്യക്തമാക്കുന്നു. കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് 3-4 മടങ്ങ് വർദ്ധിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മംഗലാപുരം, കാസർഗോഡ്, ഷൊർണൂർ 4 വരിയാക്കുന്നത് ആലോചനയിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിലെ ശേഷിയുടെ 4 മടങ്ങായിരിക്കും ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് മുൻഗണന നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു. ആ ഘട്ടത്തിൽ സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടരാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉടൻ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഷൊർണൂർ എറണാകുളം പാത അത് 3 വരിയാക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിൽ നിന്നും വന്നു. എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിൻ കിട്ടിയില്ല എന്ന് ചിലർ ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചു. എന്നാൽ 2 വന്ദേ ഭാരത് സർവീസുകൾ ഇപ്പോൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മോടൊപ്പം നമ്മുടെ ജനം ടിവിയുടെ ഡയറക്ടർ കൂടി ആയ സുധാകർജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രഖ്യാപനങ്ങൾ, വമ്പൻ പ്രഖ്യാപനങ്ങൾ, ഒരുപക്ഷെ ബജറ്റിലൊക്കെ നടത്തുന്ന പോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തി. കഴിഞ്ഞ 4 സീസൺ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു സീസൺ 5 അവസാനിച്ചിരിക്കും. എന്താണ് പറയാനുള്ളത്? അഭിപ്രായം, ഇറ്റ്സ് എ വെരി വെരി ഗ്രേറ്റ് ഇവന്റ് ആൻഡ് particularly the minister has given us enormous time with full commitment, full dedication. He has participated and given all the guidance and blessings, and also, as you said, a lot of announcement like railways and also IT, semiconductor, so on so naturally he's a very highly educated technocrat. He's a very highly qualified minister, not just any general politician. So I have been watching his interviews and all that. I'm always admiring his knowledge and capacity and enthusiasm. They're doing a wonderful job, and we were very very happy for that. And coming to ending this section today, season 4 or 5. Now for the Middle East, the very first Middle East Business Excellence Award is going to be conducted very soon, within a few months, and we are very seriously, very anxiously looking for that. And I will request everybody's participation and cooperation, and all the best to you for your good work also here in Delhi. തീർച്ചയായും അതിഗംഭീരമായ തുടക്കം, അതേപോലെ തന്നെയുള്ള പര്യവസാനം. ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5 ഇവിടെ അവസാനിക്കുന്നു. ഒരു പരിപാടിയും അത് തുടങ്ങി ജനം 1ാം സീസൺ തുടങ്ങിയ ആ ഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചതാണ്. ഓരോ വർഷങ്ങളിലും പൂർവാധികം ഭംഗിയായി ഈ പരിപാടി തുടർന്നു പോകുമെന്ന്. സീസൺ 5ലേക്ക് എത്തുമ്പോൾ അത് ഡൽഹി ജനങ്ങളുടെ, ഡൽഹിയിലെ മലയാളികളുടെ, സാധാരണക്കാർ മുതൽ ഏറ്റവും ഉന്നത തലങ്ങളിലുള്ള മലയാളികളുടെ വരെ പിന്തുണയോടുകൂടി ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5 വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചിരിക്കുന്നു. ഡൽഹി മലയാളികൾക്കാണ് ഇക്കാര്യത്തിൽ നന്ദി പറയേണ്ടത്. ഡൽഹി മലയാളികളുടെ അകമഴിഞ്ഞ സ്നേഹം, പിന്തുണ ജനം ടിവിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടി ഇവിടെ സമയം സ്പെൻഡ് ചെയ്ത, സമയം അനുവദിച്ചു തന്ന കേന്ദ്രമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങളാണ്. ഒരുപക്ഷെ ഒരു ബജറ്റിൽ നടത്തേണ്ട പ്രഖ്യാപനങ്ങൾ ഒരു വാർത്താ ചാനൽ, ഒരു വാർത്താ മാധ്യമത്തിന്റെ ഒരു പരിപാടിയിൽ നടത്തുന്നു എന്ന് പറയുന്നത് വളരെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അത്ര ഗംഭീരമായ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. കേരളത്തിന്റെ റെയിൽവേ മേഖലയിലെ സമഗ്രമായ വികസനത്തിന് കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യുന്നു എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ വാക്കുകൾ തുടങ്ങിയതും അതിനുശേഷം തുടർന്നും കേരളത്തിന് വേണ്ടി സഹകരണം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. IT മേഖലയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അടുത്ത ബജറ്റിലും നമുക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കേരളത്തിലെ സർക്കാരിനോടാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ്, നിങ്ങൾ ഭൂമി ഏറ്റെടുക്കാൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്ക് ശബരി റെയിൽപാതയടക്കം വരാൻ പോകുന്നു. കേരളത്തിന് ആഹ്ലാദിക്കാനുള്ള വകയുണ്ടാകാൻ പോകുന്നു. അതിന് ആ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡിലാണ്. അങ്ങനെ രോഹിണി,
ഗുഡ് നൈറ്റ് പറയും മുമ്പ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ജനം ടിവിയുടെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ഡൽഹിയിൽ വൻ വിജയമാക്കിയ ഡൽഹി മലയാളികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി തത്സമയം കണ്ട പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോ ശരി, ഗുഡ് നൈറ്റ്.